This is the Big Breakfast Club. We are live here in our studios today, the 3rd of March, Tuesday. And we are live on our Facebook page as well because we are Absolutely. Joining us is Shabu. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. സാധാരണ നമ്മൾ റേഡിയോയിൽ ലൈവായിട്ട് പോകുമ്പോൾ ഇവിടെയുള്ള ആളുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് നമുക്ക് ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാം. കാരണം നമ്മളെപ്പോലെ പലരും ഇപ്പോൾ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലാണെങ്കിലും അവിടെ ഇരുന്ന് കുക്കിംഗ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, കുട്ടികളപ്പുറത്തുനിന്ന് പഠിക്കുന്നുണ്ട്, എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നാട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോഴും ഭയങ്കര കൺസേൺ ആണ്. ബിക്കോസ് ഒബ്വിയസ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ സ്പൈസ്ഡ് അപ്പ് ആയിട്ട് പോകുന്ന വാർത്തകളൊക്കെ തെറ്റായിട്ടുള്ള വാർത്തകളാണ് അല്ലെ. അപ്പൊ അതെല്ലാം കേട്ട് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്നൊക്കെയുള്ള ഒരു ടെൻഷനിലിരിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ലൈവായിട്ട് ഓൺ എയർ വന്ന് പറയുന്നത് വി ആർ ഓൾ ഹിയർ ഇൻ ദ സ്റ്റുഡിയോ, വി ആർ ഓൾ ബാക്ക് ടു വർക്ക്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഓഫീസിൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവര്, HR വർക്ക് ചെയ്യുന്നവർ, ബാക്കി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഓഫീസൊക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും ഷാബുലേക്ക് വരാം. ഷാബു, തീർച്ചയായിട്ടും നൈല പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഇന്നലെ വരെ നമ്മുടെ നാട്ടിലെ മീഡിയക്ക് ആറ്റം ബോംബിനെ കുറിച്ചായിരുന്നെങ്കിൽ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് അറ്റൻഷൻ മാറിയിട്ടുണ്ട്. എല്ലാത്തിലും അറ്റയുണ്ട്. അത് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇന്നലെ തന്നെ ഏതാണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സമാധാനം ഉണ്ടാക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റുകൾ പോയി തുടങ്ങി. കൊച്ചിയിലേക്കും ബോംബെയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പോയ ഫ്ലൈറ്റുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങിയിട്ട് മീഡിയയോട് സംസാരിച്ചപ്പോഴാണ് മീഡിയക്കാർക്ക് തന്നെ ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. കാരണം അതുവരെയും അവർക്കൊരു നേരിട്ടൊരു പേഴ്സണെ അറിയില്ലല്ലോ. അപ്പം പല ആൾക്കാരോടും ഇപ്പം നമ്മൾ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിയിൽ ഇറങ്ങിയ ആൾക്കാർ ഒരുപാട് നേരം മീഡിയയോട് സംസാരിക്കണം. ഒരു കൊച്ചിനെ എടുത്തു വെച്ചുകൊണ്ട് ഒരു സ്ത്രീ ഒരുപാട് നേരം സംസാരിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഞങ്ങളെ ഹോട്ടലിലേക്ക് മാറ്റി. അതും നല്ല ലക്ഷറി ഹോട്ടലായിരുന്നു. മാത്രമല്ല എല്ലാ ഫുഡും സംവിധാനങ്ങളും ഒരുക്കി പരമാവധി കെയർ ചെയ്തു. മാക്സിമം കെയറിംഗ് ആയിരുന്നു. 1000 തരത്തിന്റെ വൗച്ചർ കൊടുത്തു ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എയർപോർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യാനായിട്ടുള്ള 1000 ദിർഹംസിന്റെ വൗച്ചർ ഓരോ പാസഞ്ചറിനും. അത് കേട്ടപ്പോഴത്തേക്ക് റിപ്പോർട്ടർമാർ ഞെട്ടിട്ട് എങ്ങനെ അതെന്തിനാ ഇങ്ങനെയല്ലല്ലോ നമ്മൾ പ്രതീക്ഷിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അവര് റിറ്റ്സ് കാൾട്ടണിലാണ് അവരെ താമസിപ്പിച്ചതെന്നുള്ളത് അവർ പറഞ്ഞു, പേരെടുത്ത് പറഞ്ഞു. പിന്നെ ഒരു യാത്രക്കാരി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് കൂടുതൽ പേടിച്ചത് നിങ്ങൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ കണ്ടിട്ടാണ്. അപ്പൊ അതാണ് സത്യത്തിൽ ഭയം ഉണ്ടാക്കിയത്. പെട്ടെന്ന് തന്നെ ചോദ്യം മാറ്റി. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു വലിയൊരു ആശ്വാസമാണ്. കാരണം ഓരോരുത്തരും പറയുന്നൊരു കാര്യം ഞങ്ങൾ കേട്ടു, ഇതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ കേട്ടു, തലയ്ക്ക് മുകളിലൂടെയൊക്കെ ചില ഈ എന്തോ പോകുന്നത് പോലെ ഞങ്ങൾ ഭയന്നു. ആ സമയത്തൊക്കെ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നു. ഞങ്ങൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി, ആവശ്യത്തിന് ഭക്ഷണം തന്നു, കുട്ടികളെ കെയർ ചെയ്തു, തിരിച്ച് ഫ്ലൈറ്റ് പോകുന്ന ടൈം പറഞ്ഞു, ബസ്സിൽ കൊണ്ടാക്കി, അവരെ എയർപോർട്ടിൽ കൊണ്ടുപോകുന്ന ഈ പറഞ്ഞ പോലെ 1000 ദിർഹം കൊടുക്കുന്നു, ഷോപ്പ് ചെയ്തിട്ട് പോകുന്നു പറയുന്നു. അത്രയുമായിട്ട് ഒരു സജ്ജമായിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അത് ആളുകളെ സംബന്ധിച്ച് ആ ഒരു ആശങ്കയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ മുതൽ ഒരു പാർഷ്യലി എയർ സ്പേസ് ഓപ്പൺ ആണ്. അത് ദുബായിലും അബുദാബിയിലും ഒക്കെ പല ഫ്ലൈറ്റുകൾ ഇന്നലെ പോയി. അതിന്റെ ഭാഗമായിട്ടാണല്ലോ കൊച്ചിയിലെത്തുക, ഡൽഹിയിലെത്തുക. ഇന്നും അതുപോലെ തന്നെ പല ഫ്ലൈറ്റുകളും പോകുന്നുണ്ട്. പാർഷ്യലി ഓപ്പൺ ആണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഷാബു, കുറെ ആൾക്കാർ ഈ പറയുന്ന പോലെ തന്നെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ എയർപോർട്ടിൽ പോയിട്ട് കാര്യമില്ല. ഇവർക്ക് ആക്ച്വലി കൺഫർമേഷൻ ആയിട്ടുള്ള മെസ്സേജ് കിട്ടുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി. അല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പല ആൾക്കാരും പാർഷ്യലി ഓപ്പൺ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ചില ഫ്ലൈറ്റുകൾ പോകുന്നുണ്ടല്ലോ, എമിറേറ്റ്സ് പോകുന്നുണ്ട്, എത്തിഹാദ് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കും പോകാമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ പോയി. അങ്ങനെ ഇന്നലെ ഈ ചെന്ന് കൊച്ചിയിൽ ഇറങ്ങിയ ഒരാളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാൻ ദുബായിൽ നിന്ന് വണ്ടി ഓടിച്ച്, അല്ലെങ്കിൽ ദുബായിൽ നിന്നാണ് അബുദാബിയിൽ എത്തിയത്, ഫ്ലൈറ്റ് പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ വന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയും പോകുന്നുണ്ട്. അത് നമുക്കറിയാലോ, ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ഫ്ലൈറ്റ്സ് പാർഷ്യലായി ഓപ്പൺ ആയ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു തുടങ്ങിയുള്ള. അപ്പൊ എല്ലാവർക്കും അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ സ്റ്റക്ക് ആയി പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനാണ് പിന്നെ. അല്ല, ഇതിപ്പോ ഈ എയർപോർട്ടിന്റെ നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ലൈവിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഫ്ലൈറ്റിൽ പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ എയർലൈൻ നിങ്ങൾ അറിയിക്കും, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ടൈം ഇതാണ്, നിങ്ങൾ വന്നോളൂ എന്ന്. അല്ലാതെ എയർപോർട്ട് ഓപ്പൺ ആയി എന്നതിനർത്ഥം നമുക്ക് എല്ലാവർക്കും അവിടെ പോയി നിൽക്കാൻ പെട്ടിയുമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഫ്ലൈറ്റ് കയറ്റിക്കൊണ്ട് പോകുന്നുള്ളതല്ല. പകരം നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എയർലൈൻ നിങ്ങൾക്ക് കൃത്യമായ കൺഫർമേഷൻ തരും. കൺഫർമേഷൻ ഇല്ലാതെ എയർപോർട്ട് പരിസരത്തേക്ക് വരണ്ട. ഇന്നലെ NCMA പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാം നോർമലാണ് എന്ന് തന്നെയാണ്, വളരെ സേഫ് ആണ്. പക്ഷെ അതിനർത്ഥം നമുക്ക് പഴയതുപോലെ ചാടി ഇറങ്ങി പാർക്കിൽ പോയി കൂട്ടം കൂടി ഇരിക്കാന്നല്ല.
നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. വളരെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാം കമ്പനി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാം. അതെ അതെ, ഇനിയിപ്പോ കമ്പനി വർക്ക് ഫ്രം ഹോം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെ 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 ആബ്സല്യൂട്ട്ലി. അപ്പൊ അതുകൊണ്ട് നാട്ടിലിരിക്കുന്നവരാരും ടെൻഷൻ അടിക്കണ്ട. നമുക്ക് റിമോട്ട്ലി നമ്മളെ പരിചയമുള്ളവർ പോലും മെസ്സേജ് അയച്ചത് ഭയങ്കര ആ സ്നേഹമൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ടെൻഷൻ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അയ്യോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കുഴപ്പമില്ല. കാരണം അവിടെ നിന്ന് അവരെ അറിയുന്ന വാർത്തകൾ അങ്ങനെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുമല്ലോ നമ്മുടെ മനസ്സിലേക്ക്, അവരുടെ മനസ്സിലേക്ക് നമ്മുടെ മുഖം വരും, അന്വേഷിക്കും. തീർച്ചയായിട്ടും. അല്ല മാത്രമല്ല അത് കാണുമ്പോഴത്തേക്ക് അത് ആർക്കായിരുന്നാലും, കാരണം അങ്ങനെയാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് മീഡിയ ഇങ്ങനെ പൂർണ്ണമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ്. ഇപ്പൊ സൗദിയിലെ US എംബസിയിൽ അറ്റാക്ക് നടന്നു എന്ന് പറഞ്ഞാൽ അറ്റാക്ക് നടന്നു എന്ന് തന്നെയാണ് അവർ കാണിക്കുന്നത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ പറയുന്നതിന്റെയും അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടുമ്പോഴാണ് ഇത് ആക്രമണം. ഇവിടെ ഇന്നലെ രാത്രിയും അലേർട്ട് ഉണ്ടായി, അബുദാബിയിൽ ഇന്നലെയും. അപ്പോൾ ഇത് ആക്ച്വലി ഇന്റർസെപ്ഷൻ ആണ് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾ പറയുന്നൊരു കാര്യം ഇത് കാമായി ക്വയറ്റായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനർത്ഥം UAE ഗവൺമെന്റ് അടക്കം എല്ലാവരും പറയുന്നത് എല്ലാവരും ഒന്ന് എന്താണ് ഒരു പാനിക് സിറ്റുവേഷൻ അല്ല, പകരം അലേർട്ട് ആയിരിക്കുക. ഇത് നമ്മൾ യുദ്ധം തന്നെയാണ് ആക്ച്വലി. ഇതൊരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മിസൈൽ വരുന്നു, ഡ്രോൺ വരുന്നു. ആ ഡ്രോണിനെയൊക്കെ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു എന്നതിനർത്ഥം തടഞ്ഞിടുന്നു എന്നാണ്, അതിനെ നിർവീര്യമാക്കുന്നതാണ്. അപ്പൊ അതിനുള്ള ശേഷിയുള്ളത് കൊണ്ടാണ് നിർവീര്യമാക്കുന്നത്. അത് ശേഷിയുണ്ട് എന്ന് ഡിഫൻസ് മിനിസ്റ്റർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇന്ന് രാവിലെയും നമ്മൾ പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പല ഇന്റർനാഷണൽ മീഡിയയും ഒക്കെ പറയുന്നത് തെറ്റായ വാർത്തകളാണ് എന്ന് ഇവിടുത്തെ മിനിസ്ട്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ എയർ സ്പേസും കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യാനായിട്ട് അത്രയും കേപ്പബിലിറ്റിയും ഒക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ്, ടെക്നോളജി വൈസ് എവറിത്തിങ്. സോ നമ്മളെല്ലാവരും ഇന്നലെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിയില്ലേ? നമ്മളെല്ലാവർക്കും നമുക്കൊരു പ്രശ്നമില്ല, ബിക്കോസ് വി നോ ദാറ്റ് വി ആർ ബീങ് ടേക്കൺ കെയർ ഓഫ്. ഇപ്പോഴെ മുകളിൽ എന്തെങ്കിലും കൊച്ചുണ്ടെങ്കിൽ അതൊക്കെ ഇന്റർസെപ്ഷൻ ആണ്. വി ആർ ബീങ് ടേക്കൺ കെയർ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓർത്ത് ടെൻഷൻ അടിച്ച് നാട്ടിൽ കുറെ ആളുകൾ ഉറങ്ങുന്നില്ല. അപ്പൊ അത് വേണ്ട എന്നുള്ള കാര്യമാണ് നമ്മളിപ്പം പറയുന്നത്. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നതൊക്കെ ഒന്ന് ഒരു സേഫായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനർത്ഥം ഇവിടെ ഈ പറഞ്ഞ ഒരു ആക്രമണമൊക്കെ ഒഴിഞ്ഞു എന്നല്ല. അത് ഗവൺമെൻറ്റും പറയുന്നുണ്ട്, ഡിഫൻസ് മിനിസ്ട്രിയും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അതിനെ പരമാവധി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നമ്മൾ രണ്ട് തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് എല്ലാം പ്രശ്നമാണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. വേറെ ചില ആൾക്കാരുണ്ട് ഇതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ഇവിടെ വളരെ സേഫാണ്, ഇതാ കണ്ടില്ലേ ഞങ്ങൾ സാധനം വാങ്ങിച്ചുകൊണ്ട് കൂളായിട്ട് ക്രിക്കറ്റും കളിച്ച് നടക്കുകയാണ്. അങ്ങനെയല്ല. കാരണം അങ്ങനെ കളിക്കാനുള്ള അവസരം സമയമാണ്. അപ്പം നമുക്ക് ഒരുപാട് പേർക്ക് ഇറങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇന്ന് അവധിയല്ലേ, ഇന്ന് വർക്ക് ഫ്രം ഹോം അല്ലേ, നമുക്ക് ഇറങ്ങിപ്പോയി ക്രിക്കറ്റ് കളിക്കാന്നല്ല. ശരി, അതിനുള്ള പെർമിഷൻ തന്നിട്ടില്ല പാർക്കുകളിലും. അതുകൊണ്ടാണ് പാർക്കുകളും ഗ്ലോബൽ വില്ലേജ് ഒക്കെ ക്ലോസ് ചെയ്യുന്നതിന്റെ കാര്യം വെച്ചാൽ ഇതൊരു അലേർട്ട് സിറ്റുവേഷൻ ആണ്. കൂട്ടം കൂടി നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോകാൻ കമ്പനി ആവശ്യപ്പെടുന്നെങ്കിൽ, അതല്ലാതെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കിത് ആ രണ്ട് എൻഡിലും എത്തിയിട്ടില്ല. വളരെ പാനിക് സിറ്റുവേഷനും അല്ല, അതുപോലെ തന്നെ എല്ലാം സേഫ് ആണെന്നുള്ള സിറ്റുവേഷനും ഇല്ല. പകരം നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കുക, വളരെ കോഷ്യസ് ആയിരിക്കുക. നമ്മൾ കോവിഡിന് പറഞ്ഞ പോലെ തന്നെയാണ്, ഭയം വേണ്ട. Thank you so much, Abu, for joining us. Fresh Song of the Hour, brought to you